അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ. എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് 2025 ഗ്രഹമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ മിഥുനക്കൂറുകാർക്കുള്ള ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മകരം, തിരുവാതിര, പുണർദം എന്നീ നാളുകൾ ചേരുന്നതാണ് മിഥുനക്കൂറ്. അതിൽ പുണർദം 3 പാദവും, തിരുവാതിര 3 പാദവും, മകരം 2 ഭാഗം പ്രകാരമാണ് മിഥുനക്കാരുള്ളത്. മിഥുനൻ രാശിയുടെ അധിപൻ ബുധനാണെന്നറിയാമല്ലോ. 2025 മാർച്ച് മാസം 29 ശനി ഇപ്പോൾ നിൽക്കുന്ന സ്വക്ഷേത്രമായിരിക്കുന്ന കുംഭൻ രാശിയിൽ നിന്ന് വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമായ മീനൻ രാശിയിലേക്ക് എത്തപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മെയ് മാസം 19 രാഹു മീനൻ രാശിയിൽ നിന്ന് കുംഭൻ രാശിയിലേക്കും എത്തപ്പെടുന്നുണ്ട്. അപ്പോൾ തന്നെ അതേ ദിവസം തന്നെ കേതു സൂര്യൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന ചിങ്ങൻ രാശിയിലേക്കും എത്തപ്പെടും. രാഹു ഏത് രാശിയിൽ സ്ഥിതി ചെയ്യുന്നു, അതിൻ്റെ 7ാമത്തെ സപ്തമ രാശിയിൽ മാത്രമാണ് കേതു സ്ഥിതി ചെയ്യാറുള്ളത്. അതായത് ഏകം, ദ്വയം, ത്രയം, ചതുർ, പഞ്ചമ, ഷഷ്ട, സപ്തമ, അഷ്ടമ, നവമ, ഏകാദശ, ദ്വാദശ, ഇങ്ങനെ 12 ഭാവങ്ങളാണുള്ളത്. ഇതുപോലെ വ്യാഴം മെയ് മാസം 14 ബുധൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന മിഥുനൻ രാശിയിലേക്കും എത്തപ്പെടും. വ്യാഴം 1 വർഷമാണ് ഏകദേശം ഒരു രാശിയിൽ സഞ്ചരിക്കുന്നത്. രാഹുവും കേതുവും 1.5 വർഷമാണ്. ശനി 2.5 വർഷമാണ് ഒരു രാശിയിൽ സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ ഏകദേശം 15 ദിവസമാണ് ബുധൻ ഒരു രാശിയിൽ സഞ്ചരിക്കുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ ഇതുപോലൊക്കെ തന്നെ 45 ദിവസം സഞ്ചരിക്കുന്ന ഗ്രഹമുണ്ട്. ഒരു 2.25 നക്ഷത്ര സമയമാണ് ചന്ദ്രൻ ഒരു രാശിയിൽ സഞ്ചരിക്കാറുള്ളത്. അപ്പോൾ ഈ മകരം, തിരുവാതിര, പുണർദം ആൾക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ, പ്രത്യേകിച്ച് മിഥുനക്കൂറുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ വാശിയുള്ള കൂട്ടത്തുള്ള ആൾക്കാരാണ് ഈ നക്ഷത്രക്കാർ, ഈ രാശിക്കാർ. എടുത്തു ചാടി ഓരോരോ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള പ്രവണത കൂടുതലായിരിക്കും ഇവർക്ക്. സംസാരിക്കുന്ന കാര്യത്തിലാണെങ്കിൽ എന്ത് കാര്യമുണ്ടെങ്കിലും ചുമ്മാതെ കയറി പറയും. പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എന്തബദ്ധം പറ്റിയിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ സംസാരത്തിൽ ഒന്ന് സൂക്ഷിക്കുക, നല്ലതായിരിക്കും. എടുത്തു ചാടി എന്തെങ്കിലും ചെയ്തതിനു മുമ്പേ ഒന്ന് കൂടെ ചിന്തിച്ച് ഉറച്ചിട്ട് മാത്രം, ശരിയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ശത്രുത ഉണ്ടാകാൻ കാര്യമുണ്ട്. നമ്മൾ പോലും അറിയാതെ നമുക്ക് ശത്രുക്കളെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവർ വളരെ ശുദ്ധ മനസ്കരായിരിക്കും. മനസ്സൊന്നും കാണത്തില്ല. ഭയങ്കര സ്നേഹവും മറ്റുള്ളവരുടെ അനുകമ്പയും ദയൊക്കെ ഉള്ള ആളുകളായിരിക്കും ഇവർ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ബുധനാണല്ലോ ഈ രാശിയുടെ അധിപൻ. ചൊവ്വാദശയിലാണ് ഇവർ മകര നക്ഷത്രക്കാർ ജനിക്കാറുള്ളത്. മകര നക്ഷത്രക്കാരുടെ ജനനം ചൊവ്വാദശയിലായിരിക്കും. തിരുവാതിര നക്ഷത്രക്കാർ രാഹു ദശയിലായിരിക്കും ജനിക്കാറുള്ളത്. പുണർദം നക്ഷത്രക്കാർ വ്യാഴദശയിലും. ഇതിൽ പുണർദം നക്ഷത്രക്കാരുടെ പറ്റി പറയുകയാണെങ്കിൽ ശ്രീരാമൻ്റെ നക്ഷത്രമായിട്ടാണ് പറയാറുള്ളത്.
ഇവരെ സംബന്ധിച്ച് ജനുവരി മാസം 8-ാം തീയതി മുതൽ 27-ാം തീയതി വരെ അനുകൂലമായ ഫലങ്ങളാണ്. അതുപോലെ ഫെബ്രുവരി മാസം നോക്കുകയാണെങ്കിൽ 5 തൊട്ട് 15-ാം തീയതി വരെയും നല്ല സമയമാണ്. ഇങ്ങനെ എല്ലാ മാസത്തിലും കുറച്ച് ദിവസങ്ങൾ നല്ല സമയങ്ങളായിട്ടുള്ള ദിവസങ്ങളുണ്ട്. അതായത് മാർച്ച് മാസമാണെങ്കിൽ 5-ാം തീയതി തൊട്ട് ഒരു 12 വരെ നല്ല സമയമാണ്. ഏപ്രിലാണെങ്കിൽ എല്ലാം കൂടെ ഗുണദോഷവും എല്ലാം കൂടി മിശ്രിതമാണ്. മെയ് മാസമാണെങ്കിൽ 4-ാം തീയതി മുതൽ 23-ാം തീയതി വരെ കുഴപ്പമില്ലാത്ത സമയമാണ്. അങ്ങനെ ജൂൺ മാസം നോക്കുവാണെങ്കിൽ കുറച്ച് കൂടുതൽ അലച്ചിലും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. എല്ലാത്തിനും ഒരു തട്ടുമുട്ടും ഒക്കെ ഉണ്ടാകും. അത് നമ്മൾ നോക്കി ദൈവങ്ങൾക്കൊക്കെ വഴിപാടും ക്ഷേത്ര ദർശനമാണ് ഏറ്റവും നല്ലത്. അതിന് പകുതി നമ്മുടെ ഈ തട്ടലും മുട്ടലും അതുപോലെ തന്നെ എന്തിനും ഒരു ബ്ലോക്ക് ഉണ്ടാകാമെന്നൊരു സംഭവം ഉണ്ടല്ലോ. നമ്മളെവിടെ പോയാലും നടക്കാതെ വരിക, ഇപ്പം ശരിയാകും, നാളെ ശരിയാകും, അതൊക്കെ വരാതിരിക്കാൻ ക്ഷേത്ര ദർശനം അത്യുത്തമമാണ്. പിന്നെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല, തടസ്സങ്ങളൊന്നും ഉണ്ടാകത്തില്ല, അവർക്ക് ബുദ്ധിമുട്ട് നല്ലതാണ്. പിന്നെ പുതിയ ജോലി കണ്ടെത്താനുള്ള നമുക്കൊരു ചാൻസ് കിട്ടും, അത് വിനിയോഗിക്കുക, പുതിയ ജോലികൾ കിട്ടും. ഇപ്പോഴത്തെ ജോലികളിൽ ചെറിയ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, മാറി ചിന്തിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് ഇവർക്ക് ജൂൺ മാസം കഴിഞ്ഞാൽ കുറച്ച് മാറ്റങ്ങളുണ്ടാകും. സ്ഥിരമായി ഉണ്ടായിരുന്ന ഉദര സംബന്ധമായ രോഗങ്ങളുള്ളവർക്ക് ഒരു മാറ്റം കാണുന്നുണ്ട്. പിന്നെ വിദേശയാത്രകൾ നോക്കിയിട്ടുള്ള ആൾക്കാർക്ക് ആ സമയത്ത് ഒരു അനുകൂലമായ അറിയിപ്പുണ്ടാകും. അതായത് ജോലിക്ക് വല്ലതും നമ്മൾ വിദേശത്ത് ജോലിക്ക് വല്ലതും വിസയ്ക്കൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്തവർക്ക് നമുക്കൊരു ഡേറ്റ് അവിടുന്ന് അറിയിപ്പായിട്ട് കിട്ടും. ഇന്ന ദിവസം നമുക്ക് കയറാം അല്ലെങ്കിൽ ജോലിക്ക് പ്രവേശിക്കാം എന്നൊക്കെ ഉള്ള അത് നല്ലൊരു ഇതുണ്ട്. ജൂലൈ മാസം ആണെങ്കിൽ 7-ാം തീയതി മുതൽ 27-ാം തീയതി വരെ നല്ല സമയമാണ്. ആഗസ്റ്റ് മാസമാണെങ്കിൽ 9 തൊട്ട് 22-ാം തീയതി വരെയും നമുക്ക് അനുകൂലമാണ്. സെപ്റ്റംബർ മാസം 5 തൊട്ട് 17-ാം തീയതി വരെ നല്ല സമയമാണ്. നവംബർ മാസം 9 മുതൽ 20-ാം തീയതി വരെ നമുക്ക് അനുകൂലമായ സമയമാണ്. ഈ സമയത്തൊക്കെ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടോ ജോലിയായിട്ടോ എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ ആ സമയത്തത് എത്രയും പെട്ടെന്ന് നടക്കാനുള്ളൊരു സാധ്യതയാണ്. നമ്മുടെ സമയത്തിൻ്റെ മാറ്റമുള്ളതുകൊണ്ട് നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി മുൻകാല സമയങ്ങളിൽ ചിലപ്പോൾ ഇതേ അവസ്ഥയിൽ വന്നിട്ട് തെന്നിപ്പോയിട്ടുണ്ടാകാം. അപ്പോൾ എന്തുകൊണ്ടും നല്ല സമയങ്ങളാണ് ഈ പറയുന്നത്. എല്ലാ മാസത്തിലും ഉണ്ട് കുറച്ച് ദിവസങ്ങൾ, അത് നടക്കത്തില്ലെന്നല്ല പറഞ്ഞത്. ആ സമയങ്ങളിൽ എന്തെങ്കിലും നമുക്ക് ജോലി സംബന്ധ കാര്യമോ അല്ലെ എന്തായാലും നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആ രാശി മാറുന്നതുകൊണ്ട് നല്ലതായിരിക്കും. ഡിസംബർ മാസം 5 മുതൽ 15-ാം തീയതി വരെ നമുക്ക് നല്ല അനുകൂലമാണ്. എന്ന് വെച്ച് ബാക്കി സമയങ്ങൾ അത്ര അനുകൂല സമയങ്ങളല്ല എന്നല്ല. നമുക്ക് ദൈവത്തെ വിളിക്കുക, അതാണ് അതിൻ്റെ ഏറ്റവും വേണ്ടത്. മഹാവിഷ്ണുവിനെ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ പോവുക, പ്രാർത്ഥിക്കുക, നിവേദ്യങ്ങൾ നടത്തുക. പാൽപ്പായസമാണ് അത്യുത്തമം. തുളസിമാല ചാർത്തണം. വിഷ്ണു ക്ഷേത്രങ്ങളിൽ വിഷ്ണു പൂജയുണ്ട്, വിഷ്ണു പൂജ ചെയ്യുക, സഹസ്രനാമം ജപിക്കുക. പിന്നെ എപ്പോഴും തടസ്സങ്ങളുടെ അടുത്തുനിന്ന് ഗണപതി ഭഗവാന് എന്തെങ്കിലും
വഴിപാട് നടത്തി പ്രാർത്ഥിക്കുക, ഒന്നും വരാതിരിക്കാൻ വേണ്ടി. ഏത് ക്ഷേത്രങ്ങളിൽ പോലും ഗണപതി ഭഗവാൻ കാണുമല്ലോ, അവിടെ ചെല്ലുക, ഗണപതി ഭഗവാനൊരു വഴിപാട് നടത്തുക. തീർച്ചയായും എല്ലാം മാറുന്നതായിരിക്കും. പിന്നെ ഈ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് 2025 നല്ലൊരു വർഷമായിരിക്കും. അത് വർഷങ്ങളായിട്ട് നമ്മൾ ആഗ്രഹിച്ചിരുന്ന രീതിയിലേക്ക് നമ്മുടെ കലാപ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും. വർഷങ്ങളായിട്ട് നമ്മളിതിനു വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരുന്നിട്ട് നടക്കാതിരുന്ന കാര്യങ്ങൾ, ചില കാര്യങ്ങളൊക്കെ ചില കലാമേഖലകളിലൊക്കെ അങ്ങനെയായിരിക്കും. സിനിമ, സീരിയൽ രംഗങ്ങൾ, അല്ലെങ്കിൽ നാടകം, ഇതുപോലെയൊക്കെ നമ്മൾ തടസ്സങ്ങളുണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം മാറിക്കിട്ടും 2025 ഈ മിഥുനക്കൂറുകാർക്ക്. ഇപ്പോൾ നടക്കും, നാളെ നടക്കും എന്ന് പറഞ്ഞ് നടന്ന പല പ്രൊജക്റ്റുകളും നമുക്ക് നടക്കും. അതേപോലെ തന്നെ നമ്മൾ വീട് പൂർത്തിയാക്കാതെ കിടന്ന ചിലർ കാണും. വർഷങ്ങളായിട്ട് 8-10 വർഷങ്ങളായിട്ട് വീടിൻ്റെ പണികളിങ്ങനെ അവസാന സമയത്തിങ്ങനെ നീണ്ട് കിടന്നിരിക്കുന്ന വീണു. അതൊക്കെ പൊടി തട്ടിയെടുത്ത് പൂർത്തിയാക്കാൻ പറ്റുന്നൊരു വർഷമാണ് 2025. അതേപോലെ തന്നെ ഈ ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളിൽ റിസർച്ച് ചെയ്യുന്നവർക്ക് അവരുടെ പ്രൊജക്റ്റുകൾ പൂർത്തീകരിക്കാനും ഉള്ള സമയമാണ്. എന്തുകൊണ്ടും കൂറുകാർക്ക് നല്ലൊരു സമയമാണ് ഈ വരുന്ന 2025. കുറച്ച് ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ അല്പം മാറ്റങ്ങളും കാര്യങ്ങളും എല്ലാം കാണും. എന്നിരുന്നാലും പൊതുവേ നല്ല സമയമാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ നല്ല സമയമാണ് മിഥുനക്കൂറുകാർക്ക് ഇനി വരാൻ പോകുന്നത്. ഈ കൂറുകാരുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, മറ്റുള്ളവരെ പെട്ടെന്ന് അന്ധമായിട്ട് നമ്മൾ വിശ്വസിക്കുന്നൊരു സ്വഭാവക്കാരാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തികം കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ഈ 3 ആൾക്കാരും, ഈ കൂറിലുള്ള 3 ആൾക്കാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കണ്ണടച്ച് വിശ്വസിച്ച് മറ്റുള്ളവർക്ക് കടം കൊടുക്കാതിരിക്കുക. എഴുതി വെച്ചോ, ഒരിക്കലും അത് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ പൈസ ആർക്കെങ്കിലും കടമായിട്ട് കൊടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വാക്കുകൾ അപ്പോൾ ഒന്ന് ഓർത്തോളൂ. തിരിച്ചു കിട്ടാൻ പോകുന്നില്ല ഈ പണം. ഇവരുടെ ജീവിതത്തിൽ ഒരിക്കലും കൊടുത്ത പൈസ തിരിച്ചു കിട്ടി കാണില്ല. അല്ലെങ്കിൽ കിട്ടും, 5-10 വെച്ച് തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കും. ബാക്കി വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടാനുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ നല്ല സ്നേഹബന്ധം ചിലപ്പോൾ അവിടെ ചിലപ്പം ഉരച്ചിൽ തട്ടുമായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അത് നല്ല രീതിയിൽ ദൃഢമായിട്ട് വന്നോളും. കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. കൊടുത്തു കഴിഞ്ഞാൽ ആ നല്ല ബന്ധം ആയുഷ്കാലം അത് പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, സാമ്പത്തികം കൊടുക്കാതിരിക്കാൻ. എല്ലാവർക്കും നല്ലൊരു മാസം, വരുന്ന മാസങ്ങളും വരുന്ന വർഷങ്ങളും ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം.